നമസ്കാരം. മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും ഇന്നലെ അറിഞ്ഞു കാണും അല്ലെ? കൊല്ലം ജില്ലയിൽ 60കാരായ ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരായി. അവർക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ വിവാഹത്തിന് പിന്നിലെ ഇവരുടെ സ്നേഹബന്ധത്തിന്റെ കഥയാണ് നമ്മുടെയൊക്കെ മനസ്സ് കൂടുതൽ നിറച്ചത്. 40 വർഷങ്ങൾക്ക് മുൻപ് പരസ്പരം ഇവർ സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ ഇഷ്ടം അന്ന് പൂവണിയാതെ പോയി. എന്നാൽ ഒരുപാട് കാലങ്ങൾക്കിപ്പുറം അവർ രണ്ടുപേരും ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ ഒരാൾക്ക് ഭർത്താവിനെയും നഷ്ടപ്പെട്ടു, മറ്റൊരാൾക്ക് ഭാര്യയും നഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് കൂട്ട് വേണമെന്ന് തോന്നി. ആ കൂട്ട് ഇത് തന്നെ ആയാൽ എന്താ? അതിനോളം മഹാഭാഗ്യം ജീവിതത്തിൽ എന്താണ് വേണ്ടത് അല്ലേ? 40 വർഷം മുമ്പേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, പക്ഷെ ആ ഇഷ്ടം എന്തുകൊണ്ടോ നടന്നില്ല. അപ്പോൾ ഈ ഒന്നിക്കാതെ പോയ ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്നേഹിച്ചിട്ടും ഒന്നാകാതെ പോയ ആളുകൾ, ചിലപ്പോൾ കുടുംബത്തിന് വേണ്ടി, കുടുംബക്കാരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ സമാധാനത്തിന് വേണ്ടിയൊക്കെ ഇഷ്ടം വേണ്ടെന്ന് വെച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അതൊരു വലിയ ത്യാഗം തന്നെയാണ് കേട്ടോ. നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരാളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആ ആളെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുക എന്ന് പറയുന്നത് നിസ്സാര ത്യാഗമൊന്നുമല്ല. ഇതിപ്പോൾ എന്ത് സന്തോഷമായിരിക്കും അല്ലേ അവർക്ക്? അവരുടെ എല്ലാ മക്കളും മരുമക്കളും എല്ലാം മുൻകൈ എടുത്ത് ഈ വിവാഹം നടത്തി കൊടുക്കുന്നു. അതും പണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് ആഗ്രഹിച്ച ആ ആൾ അവരുടെ ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിൽ രണ്ടുപേരും പരസ്പരം തുണയായിട്ട് വരിക എന്നുള്ളത് വലിയൊരു മഹാഭാഗ്യമായിട്ട് കാണുന്നു. എന്തോ എനിക്കത് കണ്ടപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ ഈ ഓൺലൈൻ ചാനലുകാർ ഇങ്ങനെ ചെകഞ്ഞുള്ള ചോദ്യങ്ങളൊന്നും അവരോട് ചോദിക്കരുത്. ആ സമയത്തേക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടത്തിൻ്റെ ലെവല് വേറൊരിടത്ത് നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇത്ര വർഷങ്ങൾക്കിപ്പുറവും അവരുടെ മനസ്സിലെ പ്രണയം അങ്ങനെയേ നിന്നല്ലോ. അതാണ് യഥാർത്ഥ പ്രണയമാണെങ്കിൽ, മനസ്സറിഞ്ഞ് നമ്മൾ ആസ്വദിച്ച് അനുഭവിച്ചിട്ടുള്ള പ്രണയമാണെങ്കിൽ, പരസ്പരം ഒന്നും മിണ്ടിയില്ലെങ്കിലോ കണ്ടില്ലെങ്കിലോ പോലും പ്രണയത്തിൻ്റെ ഉറവ ഒരിക്കലും പറ്റില്ല. അതങ്ങനെ തന്നെ കിടക്കും. അത് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ചലനമുണ്ടല്ലോ, ആ തരംഗങ്ങളുണ്ടല്ലോ, അതെപ്പോഴും നമ്മുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് സന്തോഷം തന്നുകൊണ്ടേയിരിക്കും. ആ ഓർമ്മകളിൽ നമ്മൾ മുന്നോട്ട് വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഇവർ പ്രണയിച്ചതായതുകൊണ്ട് മാത്രമല്ല കേട്ടോ. ഈ 60 വയസ്സ് 65 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ അവരുടെ കാലം കഴിഞ്ഞു, അവരുടെ ജീവിതം കഴിഞ്ഞു. ഇനി അവർക്ക് എന്ത് ജീവിതം? ചില 60കാരും 65കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ സമയം കഴിഞ്ഞില്ലേ, ഇനി പിള്ളേരല്ലേ ജീവിക്കാനുള്ളത്. അത് ആര് പറഞ്ഞു? നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ, നമ്മൾ ഉറങ്ങുന്നില്ലേ, നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? അതിനുള്ള ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഒരു പങ്കാളിക്ക് തുണയാകാനുള്ള ഒരു ഇടം ഉണ്ടെങ്കിൽ, അവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നിങ്ങൾക്കതിന് തുനിഞ്ഞുകൂടാ? നല്ലൊരു മാതൃകയാണ് കേട്ടോ ഇവരുടെ മക്കളും മരുമക്കളും ഒക്കെ കാണിച്ചത്. പലർക്കും നാണക്കേടാണെന്ന് പറയുമായിരിക്കും. ഇനി ഈ പ്രായത്തിലാണ് കല്യാണം, കൊച്ചുമക്കളുടെ കല്യാണം ആകാറായി, പേരക്കുട്ടികളായി, ഇനിയിപ്പാണ് കല്യാണം, അങ്ങനൊന്നും പറയാതെ അവരും മനുഷ്യരാണ്, അവരുടെ മനസ്സിലും വികാരങ്ങളുണ്ട്. അതുമാത്രമല്ല, വളരെ ചെറിയ പ്രായത്തിലെ ഭർത്താവിനെയോ ഭാര്യയൊക്കെ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ചുറ്റും അവരുടെ ബന്ധുക്കളും ചിലപ്പോൾ മാതാപിതാക്കളും സഹോദരിമാരോ സഹോദരന്മാരോ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ ഒരു ജീവിത പങ്കാളിയുടെ ഇടം, അത് അവിടെ ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഒരു ശൂന്യതയുണ്ടല്ലോ, അത് വലുതാണ്. നമുക്ക് സ്വന്തം മക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടും മാതാപിതാക്കളോടും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ അവരോട് പ്രകടിപ്പിക്കാൻ പറ്റുന്ന വികാരങ്ങൾക്കൊരു പരിധിയുണ്ട്. ഒരു ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ഈ റോളുകളെല്ലാം വരും. ഒരു മകനായും മകളായും സുഹൃത്തായും അല്ലെ, എല്ലാമായിട്ട് നിൽക്കും. മാതാപിതാക്കളുടെ ഉപദേശം വേണ്ട സമയത്ത് ആ രീതിയിൽ ഉപദേശിക്കണം ജീവിത പങ്കാളി. അവർ പെട്ടെന്ന് ഇല്ലാതാവുമ്പോൾ ചിലപ്പോൾ ഒന്ന് അറിഞ്ഞ് വഴക്ക് കൂടാൻ പറ്റുന്നത് ആ ആളുമായിട്ട് മാത്രമായിരിക്കും. മറ്റൊരാളുടെ അടുത്ത് മുഖം കറുത്ത് സംസാരിക്കാൻ പോലും ഇവർക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടാകില്ല. അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താക്കന്മാർക്കറിയാം, ഇപ്പോൾ മുന്നോട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു വീർപ്പുമുട്ടൽ. ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ പോലും ചിലപ്പോൾ മക്കളോടോ മരുമക്കളോടോ ചോദിക്കാൻ മടിക്കുന്ന ആളുകൾ കാണും. എന്താ പറയുക, ജീവിതത്തിൽ ഒരു കൂട്ട്, എന്തും നമുക്ക് പങ്കുവയ്ക്കാവുന്ന ഒരു കൂട്ട് വളരെ അത്യാവശ്യമാണ് മനുഷ്യന്. മൃഗങ്ങൾക്ക് വരെ ഇണകൾ ആവശ്യമാണെന്നിരിക്കെ മനുഷ്യന് അത് അത്യാവശ്യമല്ലേ? അപ്പം നല്ലൊരു മാതൃകയാണ്. അങ്ങനെ ആരുടെയെങ്കിലും ഉള്ളിൽ മോഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളത് വീട്ടിൽ പ്രകടിപ്പിക്കുക. ഞാൻ ഈ അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെയാണ് പറയുന്നത്. നിങ്ങൾ പ്രകടിപ്പിക്കുക, നിങ്ങൾക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതിന് പറ്റിയ ഒരു പങ്കാളിയെ കിട്ടിയാൽ ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് പോകും. കാരണം മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അതിനിടയ്ക്ക് ഒറ്റപ്പെട്ടു പോകുന്നത് വീട്ടിലെ ഇങ്ങനെ പെൻഷനായ ആളുകളൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിപ്പായിരിക്കും. എത്ര സമയം ബുക്ക് വായിക്കും, എത്ര സമയം ഫോണിൽ നോക്കും, എത്ര സമയം TV കാണും?
മനുഷ്യരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? സോഷ്യൽ മീഡിയയിലൂടെ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്താൽ പോരാ. അടുത്തിരുന്ന് കണ്ണുകളിൽ നോക്കി മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണ്ടേ? ചിരികൾ പരസ്പരം കാണണ്ടേ? സ്പർശനങ്ങൾ ഏൽക്കണ്ടേ? മനസ്സ് തുറക്കണ്ടേ? ചിലപ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോലും പോകണമെങ്കിൽ നമുക്കിന്നൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ കാണണം. പരസ്പരം സംസാരിച്ച് ഓർമ്മകളിലേക്ക് പോകാൻ പോലുമുള്ള സാഹചര്യം പലർക്കുമില്ല. അപ്പോൾ ഇതൊരു നന്മയാണ്, നന്മയുള്ള ആശയമാണ്. ഇതിനെ ഒരു കാരണവശാലും ആർക്കും വിമർശിക്കാൻ തോന്നാതിരിക്കട്ടെ. നമ്മുടെ സംസ്കാരത്തെയും നന്മയെയും ഒക്കെ ചേർത്ത് നിർത്തി നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃക തന്നെയാണിത്. ഒരു പുരോഗമനപരമായിട്ടുള്ള ചിന്ത തന്നെയാണ്. ഒരുപാട് പേർ ഇതിനോടകം നമ്മൾ ഇന്ത്യയിൽ പലയിടങ്ങളിലുമായിട്ടും ഇത്തരം വാർത്തകൾ കേട്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടി ജനകീയമാകുകയാണെങ്കിൽ കുറേ ആളുകളുടെ ഉള്ളിലെങ്കിലും ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടങ്ങളിലെങ്കിലും ചെറിയൊരു പുൽനാമ്പ് മുളയ്ക്കും പ്രതീക്ഷയുടെ. നമുക്കും കാലം കഴിഞ്ഞിട്ടില്ല, നമുക്കും മുന്നോട്ട് പ്രതീക്ഷിക്കാം, നമുക്കും ജീവിതമുണ്ട്, എൻ്റെ ജീവിതം തീർന്നിട്ടില്ല. അവർക്ക് പ്രതീക്ഷകൾ വരും, അവരിൽ സ്വപ്നങ്ങൾ പൂക്കും. അപ്പോൾ തുടർന്നുള്ള ജീവിതം കുറച്ച് നാളുകൾ മാത്രമാണെങ്കിലും അതിനൊരർത്ഥമുണ്ടാവും, അതിൽ സന്തോഷമുണ്ടാവും. അല്ലാതെ എന്നും മരുന്ന് പെട്ടിയും അടുത്ത് വെച്ച് ഡോക്ടറെ കാണേണ്ട ദിവസം മാത്രം കലണ്ടറിൽ കുറിച്ച് വെച്ച് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന് മക്കളുടെയും കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും മാത്രം സന്തോഷം കണ്ട് സന്തോഷിക്കാനല്ലാതെ സ്വന്തം സന്തോഷങ്ങൾ, നിങ്ങളുടെ മാത്രം സന്തോഷങ്ങൾ കൂടി ആഘോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഒരു ആശയത്തോട് എൻ്റെ സ്നേഹത്തുമ്പികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ.